ഒരു ദിവസം സഭയിൽ വലിയ ബഹളം, ഏത് വിഷയം എന്താണെന്ന് ഓർക്കുന്നില്ല. അങ്ങനെ ഞങ്ങൾ വലിയ മുദ്രാവാക്യം വിളി, അങ്ങനെ സഭ സ്തംഭിപ്പിച്ചു. അന്ന് പിരിച്ചുവിട്ടു. സഭ അന്നത്തെ ദിവസം പിരിഞ്ഞു, സ്പീക്കർ പിരിഞ്ഞുവിട്ടു. അപ്പോൾ അന്ന് കൊച്ചി എയർപോർട്ടിലൊരു ഉദ്ഘാടനം നടക്കുന്നുണ്ട്. അപ്പോൾ അന്ന് രാവിലെ തലേദിവസം ഞാൻ മുഖ്യമന്ത്രി ചോദിച്ചിട്ടുണ്ടായി. തലേദിവസം എന്ന് ചോദിച്ചു, ഇങ്ങനെ സ്പെഷ്യൽ ഫ്ലൈറ്റിലാണ് പോകണമെന്ന് പറഞ്ഞു. അപ്പം ഞാനും ആ ഫ്ലൈറ്റിൽ സ്ഥലമുണ്ട്, ഞാനും വന്നോട്ടെ എന്ന് ചോദിച്ചു. ഞാൻ സ്ഥലം MLA ആണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതിനെന്താ പറഞ്ഞതിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പെർമിഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ബഹളം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഒരുമിച്ച് ഫ്ലൈറ്റിൽ പോകണത്. ഫ്ലൈറ്റിൽ കയറി കഴിയുമ്പോൾ ഞങ്ങൾ വേറെ പല വിഷയങ്ങൾ സംസാരിക്കുന്നത്. ഇപ്പോൾ അപ്പം ഉണ്ടായ വിഷയമൊന്നും അങ്ങനെ ഇതൊന്നും, ഞങ്ങൾ പൊളിറ്റിക്കലാണല്ലോ. അദ്ദേഹത്തെ വ്യക്തിപരമായി പറയാനോ അല്ലെങ്കിൽ രാഷ്ട്രീയമായ നമ്മുടെ മുദ്രാവാക്യം വിളിയൊക്കെയാണല്ലോ ഉള്ളത്. ഞങ്ങൾ വേറെ വിഷയമൊക്കെ പറഞ്ഞത്, ഞാൻ അവിടെ എയർപോർട്ടിൽ ചെന്ന് പരിപാടി കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ ചെന്നു. ആ വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ അടുത്ത് വൈഫ് ചോദിച്ചു, എങ്ങനെ വന്നതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, മുഖ്യമന്ത്രിയുടെ അങ്ങനെ സ്പെഷ്യൽ ഫ്ലൈറ്റാണെന്ന്, ആ ഫ്ലൈറ്റിലാണ് വന്നതെന്ന് പറഞ്ഞു. അപ്പം എടുത്തു വിളിച്ച്, നിങ്ങൾക്ക് എങ്ങനെ അദ്ദേഹം ഒരുമിച്ച് വരാൻ സാധിച്ചു? അപ്പം ഞാൻ എന്താ, അല്ല ഇത്ര നിങ്ങൾ രാവിലെ അദ്ദേഹത്തിന് മുദ്രാവാക്യം വിളിയും പൊളിറ്റിക്കലായി ഇങ്ങനെ നിൽക്കുകയാണല്ലോ, രാഷ്ട്രീയ മുദ്രാവാക്യം വിളിച്ചാൽ എങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ വരാൻ തോന്നിയെന്ന് വെച്ച് ഞാൻ പറഞ്ഞ്, വൈഫിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞ്, അത് രാഷ്ട്രീയ നിലപാടാണ്. അവിടെ ഇത് ജനാധിപത്യ രാജ്യമാണ്. ഭരണ നേതൃത്വം തെറ്റുകൾ കാണിച്ചാൽ അത് ചൂണ്ടിക്കാണിക്കാനും അതിനെ പ്രതികരിക്കാനുള്ള സ്വാതന്ത്ര്യം ഓരോ വ്യക്തിക്കുമുണ്ട്, പ്രത്യേകിച്ചും ജനപ്രതി എന്നതിൽ എനിക്കുണ്ട്. അപ്പോൾ എൻ്റെ നിലപാടവിടെ പറഞ്ഞത്, അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളിലോ ഇത് വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പോരാൻ തെറ്റൂല എന്ന് ഒരു സംഭവം ഉണ്ടായി. ഇതൊരു ദിവസം മുഖ്യമന്ത്രി അടുത്ത് എൻ്റെ ഭാര്യ എങ്ങനെ ചോദിച്ചത് ഞാൻ മുഖ്യമന്ത്രി അടുത്ത് പിന്നീട് യാത്രയിൽ ഞാൻ കണ്ടപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ശരിക്കും വേറെ കമൻ്റ് ഒന്നും പറഞ്ഞില്ല.